ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടി ദിവ്യ ഉണ്ണി നടത്തിയ നൃത്ത പരിപാടിക്കെതിരെ ഇപ്പോഴിതാ പങ്കെടുത്ത കുട്ടികൾ തന്നെ രംഗത്ത് വരികയാണ്. പണം നൽകിയാണ് ഞങ്ങളൊക്കെ പങ്കെടുപ്പിച്ചത്. 3500 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകി. ഇതുകൂടാതെ 1600 രൂപ വസ്ത്രത്തിനുമായി വാങ്ങി. എന്നാൽ ഇത് എല്ലാ കുട്ടികളോടും ഒരുപോലെയല്ല വാങ്ങിയത്. ഓരോ കുട്ടികളോട് ഓരോ തുകയാണ്. ചിലരോട് 2000, ചിലരോട് 3500, എന്നാൽ മറ്റു ചിലരോടാവട്ടെ 5000 രൂപയ്ക്ക് മുകളിലാണ് ദിവ്യ ഉണ്ണി വാങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് തരാമെന്നും നർത്തകരോട് പറഞ്ഞിരുന്നു അത്രേ. കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തതായും നർത്തകർ പറയുന്നുണ്ട്. അതായത് ക്യാൻവാസിംഗ് രീതിയിൽ. ഈ 1600 രൂപ കോസ്റ്റ്യൂംസിന് വേണ്ടി നൽകിയതാവട്ടെ കല്യാൺ സിൽസിൽ നിന്നും നെയ്തെടുത്ത പട്ടാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ തങ്ങൾക്ക് വന്നപ്പോൾ കിട്ടിയത് ഭരതനാട്യത്തിന് ഉപയോഗിക്കുന്ന സാധാരണ കോട്ടൺ സാരിയാണ്. ഇതിനെല്ലാത്തിനും പുറമെ ഇത്രയും രൂപ കുട്ടികളുടെ കയ്യിൽ നിന്നും വാങ്ങിയതിനു ശേഷവും മേക്കപ്പ്, ഹെയർ, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റേ ഇതെല്ലാം നമ്മൾ നോക്കണമെന്നാണ് കുട്ടികൾ പറയുന്നത്. ഇത്രയും പൈസയൊക്കെ വാങ്ങിയിട്ടും നല്ലൊരു സ്റ്റേജ് ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു പരാതി. തന്റെ 2 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഏകദേശം 12,000-ന് മുകളിൽ രൂപ ചെലവായി എന്നാണ് ഒരു രക്ഷിതാക്കൾ പറയുന്നത്. ഈ പരിപാടിക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയും ഒരുപാട് പേർ രംഗത്തെത്തിയിരിക്കുകയാണ്. പരിപാടിയുടെ നടത്തിപ്പുകാരുടെയും ശ്രദ്ധയില്ലായ്മയും ഗുരുതര സുരക്ഷാ വീഴ്ചയും കൊണ്ട് മാത്രമാണ് പരിപാടിക്കിടെ ഉമ തോമസ് എന്ന MLA കലൂർ സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ നിന്നും വീണ് ഗുരുതരമായി ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത്. സുരക്ഷാ നടപടികൾ പാലിച്ചില്ലെന്നും വേണ്ടത്ര അനുമതി ഇല്ലായിരുന്നുവെന്നും ഉൾപ്പെടെ വിമർശനങ്ങൾ ശക്തമായതോടുകൂടിയാണ് ഇവർക്കെതിരെ ഇപ്പോൾ നിയമ നടപടിയുമായി ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.